ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവിനെ സ്വന്തത്തിൽ കുടുംബത്തിലുള്ളവർ, സ്വന്തം ഗ്രാമത്തിലുള്ളവർ നിന്ദിക്കുന്നു. വിശുദ്ധ മർക്കോസ് 6:1 മുതൽ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, തൻ്റെ പുതുനഗരത്തിൽ ചെന്നു. അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് ഇവങ്ങളിടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പുതുനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവിനെ അംഗീകരിക്കാത്ത ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷ, ആ ദൈവദാസനെ അംഗീകരിക്കാത്തടത്ത് ആ ദൈവദാസൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ പ്രദേശത്തിനൊരു നന്മ വരാനായിട്ട് സാധിക്കുകയില്ല. അംഗീകരിക്കുന്ന സ്ഥലങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക് വലിയ അനുഗ്രഹങ്ങൾ വരുവാനും സാധിക്കും. ഒരു ഭവനത്തിലുള്ളവരെ പ്രയാസപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ നമ്മളുടെ ഭാര്യ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ, മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ, ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ, മാതാപിതാക്കൾ എന്തെങ്കിലും പറയുമ്പോൾ, അത് സഹിക്കാനുള്ള കൽപ്പ് സ്വാഭാവികമായി ഭവനങ്ങളിലുള്ളവർക്കുണ്ടാകുകയില്ല. അതാണല്ലോ ഭവനങ്ങളിലെ വഴക്ക്. അതുതന്നെ വിശുദ്ധ ആലയങ്ങളിൽ ഇപ്രകാരം വഴക്കുകളുണ്ടാകും. നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മളുടെ പട്ടണങ്ങളിൽ, നമ്മുടെ സ്റ്റേറ്റുകളിലൊക്കെ ഇങ്ങനെ വഴക്കുകളുണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു കാര്യവും ആ ചെയ്യുന്ന ആളിന് ചെയ്യാൻ സാധിക്കില്ല. അവിടെ യേശുവിന് ചില രോഗികളെ സൗഖ്യം കൊടുത്തതല്ലാതെ അവരുടെ അവിശ്വാസം, ഇവൻ ആരാ, ഇവൻ അങ്ങനെ അവനെ കാണുന്നത്, ഇവൻ മറിയയുടെ മകനല്ലയോ, ഇവൻ യൂദ, യോസെ എന്നിവരുടെ സഹോദരനല്ലേ, വെറും ആളുകളെ അങ്ങ് വളരെ പുച്ഛിച്ച് തള്ളുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ദൈവമക്കളെ പുച്ഛിക്കരുത്, ദൈവദാസന്മാരെ പുച്ഛിക്കരുത്. അത് നിങ്ങളിലൊന്നും നന്മ വരാനായിട്ട് സാധ്യമാകുകയില്ല. ദൈവസന്നിധിയിൽ അവരെ ബഹുമാനിച്ച് വന്നിച്ചില്ലേലും നിന്ദിക്കരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ ദൈവദാസന്മാരെ, ദൈവമക്കളെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുന്നവരവരെ കരുതുവാനും സാധിക്കണം. അവർ ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. അവരോട് ദൈവം കണക്ക് ചോദിച്ചോളും. കണ്ണുകളറിയാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി കൊടുത്ത് നിന്റെ മക്കൾ ദൈവത്തെ ഭയപ്പെടുവാനും ദൈവദാസന്മാരെ ഭയപ്പെടുവാനും ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനും നിന്റെ മക്കളെ ഒരുക്കിക്കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.